ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ അന്ന് കൽക്കട്ടയിലുണ്ട്. ആർതർ മോർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഗാന്ധിയുടെ നിരാഹാര രീതിക്കെതിരായിരുന്നു. നിരാഹാരം ഒരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലാണ് എന്നാണ് ആർതർ മോർ കരുതിയിരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ചേരുന്ന ഏർപ്പാടല്ല. ജനാധിപത്യം ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലെത്തണം, അല്ലാതെ നിരാഹാരം ശരിയായൊരു വഴിയല്ല എന്ന് ഗാന്ധിയെ സമ്പൂർണ്ണമായി തള്ളിയ ഒരാളാണ് ആർതർ മോർ. 47 സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള കൽക്കട്ടയിലെ നിരാഹാരം കഴിഞ്ഞപ്പോൾ ആർതർ മോർ പ്രസ്താവിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ നിലപാട് മാറ്റി. 60,000 പട്ടാളക്കാർ പഞ്ചാബിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഈ 50 റാത്തൽ തൂക്കില്ലാത്ത മനുഷ്യൻ നിരാഹാരം കിടന്ന് നേടിയത്. പിന്നീട് ഗാന്ധി ഒരു നിരാഹാരം കൂടി കിടന്നു, അവസാനത്തെ നിരാഹാരം 48 ജനുവരി 13 മുതൽ 18 വരെ 5 ദിവസം. ഡൽഹി ശാന്തമാകണം. ഡൽഹി ശാന്തമാകാതെ താൻ നിരാഹാരം പിൻവലിക്കില്ല. സരോജിനി നായിഡു പറഞ്ഞു, ഇത് അക്ഷരാർത്ഥത്തിൽ മരണം വരെയുള്ള നിരാഹാരമാവും. കാരണം നിരാഹാരം കൊണ്ട് ഡൽഹിയെ ശാന്തമാക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും കരുതിയത്. ഗാന്ധി പക്ഷേ നിരാഹാരം കിടന്നു. 5-ാമത്തെ ദിവസം RSSും ഹിന്ദു മഹാസഭയും അടക്കം 100-ലധികം സംഘടനകൾ തയ്യാറാക്കിയ നിവേദനം ഗാന്ധിയുടെ മുമ്പിലെത്തി. ഞങ്ങൾ അന്യോന്യം സംരക്ഷിക്കും, ഒരു കൊലപാതകം പോലും ഇനി ഉണ്ടാവില്ല. ആ ഉറപ്പിലാണ് 18 ഗാന്ധി നിരാഹാരം പിൻവലിക്കുന്നത്.